11 നല്ലൊരു മുഹൂർത്തം കാണുന്നുണ്ട്. അത് തീരുമാനിക്കാമോ? പെട്ടെന്നായിപ്പോയോ? വഴിയുണ്ട്. അയ്യോ ജോത്സ്യരെ, അതെങ്ങനെ ശരിയാവനെ? 10 ദിവസം കൊണ്ട് എങ്ങനെയാ കല്യാണം നടത്തുന്നത്? അതൊന്നും സാരമില്ല. 10 ദിവസമെങ്കിൽ 10 ദിവസം. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്താൻ ആവശ്യം പോലെ ആൾക്കാരുണ്ട്, അല്ലേ ഏട്ടാ? ദേഹണ്ണക്കാരൻ നേരത്തെ പറഞ്ഞു വെച്ച് അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ തീയതി അറിയിച്ചാ മതി. ജഗൻ മുൻ MLA കരുണാകരക്കുറുപ്പിന്റെ മകനായതുകൊണ്ട് സിറ്റിയിലെ ആ വലിയ ഓഡിറ്റോറിയം കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. പിന്നെ കല്യാണം ക്ഷണിക്കുന്നത് ഇപ്പൊ നേരിട്ട് പോയി ക്ഷണിക്കുന്ന ഏർപ്പാടൊന്നും ഇല്ലല്ലോ ജോത്സ്യന്. അതെ, അത്യാവശ്യം വേണ്ടുന്നവരെ മാത്രം നേരിട്ട് പോയി വിളിക്കുന്നു. അല്ലാത്തവരെ ഫോൺ കോളിലൂടെയും മെസ്സേജിലൂടെയാണ് നമ്മളിപ്പോ സാധാരണ ഇപ്പൊ ക്ഷണിക്കാറ്. അതൊക്കെ ഇപ്പൊ എല്ലാരും അംഗീകരിക്കോ? നമുക്കൊരു ദിവസം കാർ എടുത്തോണ്ടങ്ങ് ഇറങ്ങാം. അതെ, കുറുപ്പ് നേരിട്ട് ക്ഷണിക്കുന്ന പോലെ തന്നെ വിലയുണ്ട് കുറുപ്പിന്റെ ഫോൺ കോളിനും മെസ്സേജിനും. അത് ശരിയാ. കൊട്ടാരത്തിലെ മഹോത്സവത്തിന് എല്ലാവരെയും നേരിട്ട് പോയി ക്ഷണിച്ച ചരിത്രം രാജാവിനില്ല. കുറുപ്പ് സാറും ഒരു കൊച്ചു രാജാവല്ലേ? അതാണ് അതിന്റെ പോയിന്റ്. പറയാം. ഗൗളി ചെല്ലോ. മുഹൂർത്തത്തിന് എന്തോ ദോഷമുണ്ടല്ലോ സാറേ. എന്റെ ജോത്സ്യരെ, ഈ ഗൗരിയൊക്കെ ഇപ്പൊ ആരെങ്കിലും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കുവോ? അതിന് വിശന്നിട്ടായിരിക്കും. നിങ്ങൾക്ക് അറിയാന്നുള്ള പണി നോക്കൂ ജോത്സ്യരെ, നോക്കിക്കേ. ജഗന്റെയും നീലിമയുടെയും ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ആ മുഹൂർത്തത്തില് വിവാഹം നടത്താനേ പാടില്ല. വിവാഹത്തിന് മുമ്പ് കുറുപ്പ് സാറിന്റെ വീട്ടില് ഒരു ദുർമരണം തന്നെ സംഭവിച്ചേക്കാം എന്നാണ് ആരൂഢത്തിൽ തെളിഞ്ഞത്. മരണമുഹൂർത്തം. മരണം ഓർത്തോ? അതേതായാലും വേണ്ട. അല്ല, ഈ ദുർമരണം ഒഴിവാക്കാൻ എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ ജോത്സ്യരെ? ആ മുഹൂർത്തത്തില് വിവാഹം നടത്തരുത്, അതേ ഉള്ളൂ പരിഹാര മാർഗം. വടക്കേക്കോലയിലെ ജ്യോത്സ്യം തെറ്റിയ ചരിത്രമില്ലെന്നാ കേട്ടിട്ടുള്ളത്. അതെ, മുഹൂർത്തം ഒന്ന് മാറ്റി പിടിക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? ഇന്നേക്ക് 90-ാം ദിവസം കഴിഞ്ഞ്, അതായത് 3 മാസം കഴിഞ്ഞ് ഉത്തമത്തിൽ ഉത്തമമായൊരു മുഹൂർത്തമുണ്ട്. ശിഷ്ടഗ്രഹങ്ങളെല്ലാം ഒരേ ദിശയിൽ വരുന്ന സമയം. നീചഗ്രഹങ്ങളുടെ ദൃഷ്ടിദോഷവും ഇല്ല. മതി. ആ മുഹൂർത്തത്തിൽ വിവാഹം നടന്നാല് നീലിമ ദീർഘസുമംഗലിയായി ഭവിക്കും. ജഗന് ആയുരാരോഗ്യത്തോടുകൂടി ഭർത്താവായി വാഴാനും യോഗമുണ്ട്.
എന്നാ പിന്നെ മറ്റൊന്നും ആലോചിക്കാനില്ല. 3 മാസം കഴിഞ്ഞുള്ള മുഹൂർത്തം തന്നെ കുറിക്കാം. ജ്യോത്സ്യമല്ലേ, കണക്കല്ലേ, വിധിയല്ലേ. ജ്യോത്സ്യരുടെ ശാസ്ത്രവിധി പ്രകാരമുള്ള മുഹൂർത്തം തന്നെ കുറിച്ചേക്ക്. ആ ജഗൻ, ചെലവ് ചെയ്യണം. ജോത്സ്യരെ പർച്ചേസ് ചെയ്ത് ഞാൻ നിന്റെ വഴിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഉം. ഇനി കുറെ കാലത്തേക്ക് നീലിമയുടെ തലേതന്നെ ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം. വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയത് നീയാണെന്ന് നിന്റെ നാവ് കൊണ്ട് തന്നെ തൻ്റെ ഇടത്തോടെ വന്ദനയോട് പറയണം. അതിനി ഒട്ടും വൈകിക്കരുത്. എടാ, അവളോട് സത്യം തുറന്ന് പറയാൻ പലതവണ ഞാൻ ശ്രമിച്ചതാ. പക്ഷെ അപ്പോഴേക്കും ഓരോരോ പ്രശ്നങ്ങൾ വന്ന് ചാടും. ജഗ, ഇനി ഇത് വൈകിക്കരുത്. ഉം. നീയാണ് വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് അവളെ അറിയിച്ചാൽ തന്നെ അത് ഉൾക്കൊള്ളാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വരും. പെട്ടെന്നൊരു എല്ലാം നിന്റെ ഇഷ്ടം പോലെ ആവാം. ഹലോ മാധവേട്ടാ. ആഹാ, നീ ഇതുവരെ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഒരുങ്ങിക്കൊണ്ടിരിക്കുക മാധവേട്ടാ. ആ, എന്നാ ഒരുക്കം കഴിഞ്ഞിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വാ. ഞാനവിടെ നിപ്പുണ്ട്. വീടിന് പുറത്തോ? ആ അതെ. പിന്നെന്താ അകത്തേക്ക് കയറാത്തെ? നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. അതെന്താ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? വേണ്ട വേണ്ട, കണ്ടു തന്നെ അറിഞ്ഞോളാം. എന്നാ വേഗം വാ. ഞാനിപ്പോ എത്താം. മാധവേട്ടാ, മാധവേട്ടാ, മാധവേട്ടനത് എവിടെ പോയി? ഓട്ടോയിലാണ് മാധവേട്ടൻ വന്നേ. മാധവേട്ടാ, മാധവേട്ടാ, മാധവേട്ടാ.
എന്താ മാധവേട്ട ഇതൊക്കെ? നമ്മളിപ്പോ സാമ്പത്തികമായി ആകെ ബുദ്ധിമുട്ടിലല്ലേ. അതുകൊണ്ട് തൽക്കാലം ഒരു റിട്ടയർഡ് ലൈഫ് നടക്കില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും ഒരു പണി ചെയ്തേ പറ്റൂ. അതാ ഓട്ടോ ഓടിക്കാൻ തീരുമാനിച്ചത്. ഈ ഓട്ടോ എവിടുന്ന? ആ, ഒരു സുഹൃത്തിന്റെ വണ്ടിയാ. വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടവർ വണ്ടിപ്പണി തന്നെ ചെയ്താൽ മതി, വേറൊരു പണിക്കും പോകണ്ട എന്നാ സോമന്റെ ഉപദേശം. ആ, എനിക്കും അത് ശരിയാണെന്ന് തോന്നി. ഞാൻ എന്ത് പുതുതായി തുടങ്ങുമ്പോഴും എന്നോടൊപ്പം ചന്ദ്രികയും വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഓട്ടോ ഡ്രൈവർ ആകുമ്പോൾ ഓടിക്കുന്ന ഓട്ടോയില് ആദ്യത്തെ യാത്ര ചെയ്യുന്ന സവാരിക്കാരി എന്റെ ഭാര്യ തന്നെ ആവണം. എന്തിനാ സങ്കടപ്പെടുന്നത്? ഓ, ഭർത്താവ് ഓട്ടോ ഓടിക്കുന്നത് ഭാര്യയ്ക്ക് നാണക്കേടായി തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ. എന്താ മാധവേട്ട പറയുന്നേ? ഞാനൊരു മെക്കാനിക്കിനല്ലേ വിവാഹം കഴിച്ചത്. മെക്കാനിക് ഇപ്പൊ ഡ്രൈവറായി, അത്രയല്ലേ ഉള്ളൂ. ഒരു നാണക്കേടും എനിക്ക് തോന്നുന്നില്ല, അഭിമാനേ ഉള്ളൂ. ഏത് ജോലിക്കും അതിൻ്റെതായ അഭിമാനമില്ലേ? നീയാണ് യഥാർത്ഥ ഭാര്യ. ഭർത്താവിന്റെ സുഖദുഃഖങ്ങൾ അറിഞ്ഞ് ഒപ്പം നിൽക്കുന്ന ഭാര്യ. ആദ്യ സവാരി ഒരുമിച്ചാവാം. ഐശ്വര്യമായിട്ട് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഓട്ടോയിലേക്ക് കയറ്. കേറ്. ആപത്തൊന്നും കൂടാതെ മുന്നോട്ട് നയിക്കണേ ദൈവമേ. അങ്ങനെ എന്റെ ഭർത്താവ് ഓടിക്കുന്ന ഓട്ടോയിൽ ക്ഷേത്രത്തിൽ വന്നിറങ്ങാനും ഭാഗ്യമുണ്ടായി. ഒരു മെക്കാനിക്കായ ഞാൻ ജീവൻ കൊടുത്ത വണ്ടിയിൽ എത്രയോ പേരാണ് ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളത്. ഇന്ന് ആ മെക്കാനിക്ക് ഓട്ടോ ഡ്രൈവർ ആയതും ദേവിയുടെ മായാവിലാസം തന്നെ. ആ, നീ ക്ഷേത്രത്തിലേക്ക് ചെല്ല്. ഞാൻ പുറത്തുനിന്ന് തൊഴുതു പൊക്കോളാം. അല്ല, ഒരു അർജന്റ് ഓട്ടോ ഉള്ളതുകൊണ്ടാ. ക്ഷേത്രനട വരെ വന്ന സ്ഥിതിക്ക് ദേവിയെ കണ്ട് തൊഴുതിട്ട് പോയാലെന്താ? രാവിലെ ക്ഷേത്രത്തിൽ വന്ന് താക്കോലും പൂജിച്ചു കഴിഞ്ഞു. ആദ്യ ഓട്ടം എന്റെ ശ്രീമതിയും കൊണ്ടാവണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. എങ്കിലേ എന്റെ വക ആദ്യ ഓട്ടത്തിനുള്ള കൈനീട്ടം വാങ്ങിയട്ടെ. ദാ. എന്താ ഇത്? ഭർത്താവിന് കിട്ടിയ ശമ്പളത്തിന്റെ ആദ്യ ലാഭം എന്റെ ഭാര്യയ്ക്ക്. ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോ. അതെനിക്കിഷ്ടായി. മാധവേട്ടനൊന്നും മറ്റുള്ളവരെക്കാളും വ്യത്യസ്തന്, തികച്ചും വ്യത്യസ്തൻ. ഇത് മുമ്പേ എനിക്ക് മനസ്സിലായതുകൊണ്ട് വീടും വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ഒപ്പം ഇറങ്ങി വന്നത്. മോളെ, ഒരല്പം ചന്ദനം തരുമോ? അല്പം മതി.
താങ്ക്സ് ഇട്ടോ. ഇനി പോയിട്ടോ, ദൈവം ഒപ്പം ഉണ്ടാവും. വാനിലെ കനകനിലാവിലെ താരമേ തിരിയിട് മണ്ണിലേ മുകിലേറുമീ മാനത്തെ കൊട്ടാരത്തിൻ ചുവരാകവേ ചായം തൂകാം വീടാകെ വീശുന്നീറൻ കാറ്റിൽ ചായുന്നു സ്നേഹത്തുമ്പിക്കൂട്ടം ചോരാതെ ചേരുന്നോരോ നേരം കൂടാതെ താനേ തേനൂറുന്നേ വാനിലെ കനകനിലാവിലെ താരമേ തിരിയിട് മണ്ണിലേ ഭഗവാനെ ഒപ്പം ഉണ്ടായിരിക്കണേ. ഹലോ അമ്മേ. മോനെ, ഞാനിവിടെ ക്ഷേത്രത്തിൽ നിന്നാണ് നിന്നെ വിളിക്കുന്നത്. ആ എനിക്ക് മോനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. എന്താ അമ്മേ വിശേഷം? പറയാം. ക്ഷേത്രത്തിലേക്ക് വരാൻ മോന് സമയം കാണുമോ? അതെന്താ അമ്മേ അങ്ങനെ ചോദിച്ചത്? അമ്മ വിളിച്ചാൽ ഞാൻ വരില്ലേ? പഴഞ്ഞിര ക്ഷേത്രത്തിലേക്കല്ലേ? ഞാനിതാ തിരിച്ചു കഴിഞ്ഞു. ശരി മോനെ. ഇനിയിപ്പോ അമ്മ എല്ലാം അറിഞ്ഞു കാണൂ. അന്തരന്റെ കഴുത്തിൽ ഞാനാ താലി കെട്ടിയെന്ന് അറിഞ്ഞാൽ ഇപ്പോൾ സ്നേഹം എല്ലാം മാറും. എല്ലാവരും എന്റെ ശത്രുക്കളാവും. ദേവി, കാത്തോണേ. ഞാൻ വൈകിയോ അമ്മേ? ഇല്ല മോനെ, ഇപ്പൊ അല്ലെങ്കിലും സമയം കാലമൊന്നും അമ്മയ്ക്ക് നിശ്ചയം പോരാ. അല്ല, അമ്മ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അത് മോനെ, കുറച്ചു കാലമായിട്ട് അമ്മയുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു കിടക്കുക. ഒരു സമാധാനവും ഇല്ല മോനെ. ദിവസം കഴിയും തോറും കാര്യങ്ങള് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കാ പോകുന്നത്. ഇപ്പോ എന്താ പറ്റിയ അമ്മേ? എന്താ അമ്മയുടെ പ്രശ്നം? വന്ദന. വന്ദനയോ? എന്റെ മോളുടെ താലികെട്ട് കാണാൻ പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നടന്നവളാ ഞാൻ. പക്ഷെ ഇപ്പോ എന്റെ പ്രശ്നം അവളുടെ കഴുത്തിലെ താലിയാ. ഞാനാണ് വന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന രഹസ്യം അമ്മ അറിഞ്ഞിട്ടുണ്ടാവും. അത് ചോദിക്കാനാവും എന്നെ വിളിച്ചു വരുത്തിയത്.
അമ്മേ, മോനെ നിന്നോട് പറയാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. എന്നാലും സ്വന്തം മോനെ പോലെ കരുതി പറയാൻ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നെഞ്ചു പൊട്ടി തകർന്നു പോയി. അമ്മേ, കല്യാണം കഴിയാത്ത പെണ്ണിന്റെ കഴുത്തിൽ താലി ചരട്. അല്ല ആരുടെ കരുത്തല്ലേ താലിച്ചേരട്? വന്ദനയുടെ. ആ താലി കിട്ടിയത് ആരാണെന്ന് അവൾക്ക് പോലും അറിയില്ല അത്ര.